പൂന വരെ പോയിട്ട് ഒരു കല്യാണമൊക്കെ കൂടിയിട്ട് തിരിച്ചു വരാമെന്ന് പറഞ്ഞു തുടങ്ങിയ യാത്രയാണ്. അവസാനം ഹിമാചൽ പ്രദേശിലെ സ്പിതി വാലി വരെ കൊണ്ടെത്തിച്ച ഒരു യാത്രയുടെ കുറച്ചധിക വിശേഷങ്ങളൊക്കെയാണ് ഈ ഒരു യാത്രാ സീരീസ്. റോഡുകളെക്കുറിച്ച് മാത്രമല്ല, ജീവിതത്തിൽ തോൽവികളിലൂടെ പോകുന്നവർക്കായി, യാത്ര എന്ന സ്വപ്നങ്ങളെ മാറ്റിവെച്ചവർക്കായി, എനിക്കാകുമോ എന്ന് ചോദിച്ചവർക്കൊക്കെ ആയിട്ടാണ് ഈ ഒരു വീഡിയോ. പൂന വരെ പോയി മടങ്ങാനിറങ്ങിയ ഞങ്ങൾക്ക് ഹിമാലയം വരെ പോകാനായെങ്കിൽ നിങ്ങൾക്കും അത് സാധിക്കും. തമിഴ്നാടും കർണാടകയും മഹാരാഷ്ട്രയും രാജസ്ഥാനും ഒക്കെ കണ്ട് അവസാനം ഹിമാചൽ പ്രദേശിലെ വേൾഡ് ഹയസ്റ്റ് വില്ലേജിൽ എത്തിച്ചേർന്ന 62 ദിവസത്തെ ദീർഘയാത്ര. സൂര്യനോട് പോരാടിയ കിലോമീറ്ററുകൾ, തണുത്ത് വിറങ്ങലിച്ച ചില ദിവസങ്ങൾ, നക്ഷത്രങ്ങൾക്ക് താഴെ ഉറങ്ങാത്ത വഴികൾ, പിന്നെ വഴിയിൽ കിട്ടിയ കുറേ അധികം സുഹൃത്തുക്കൾ. യാത്ര തുടങ്ങുന്നത് തന്നെ നല്ലൊരു മഴക്കാലത്താണ്. എപ്പോൾ പുറപ്പെട്ടു? 6 മണിക്ക് പുറപ്പെടുമെന്ന് പറഞ്ഞാ. യാത്ര വൈകിയതിൻ്റെ പേര് തമാശയ്ക്കായിട്ടാണേലും പരസ്പരം പഴിയൊക്കെ ചാരി ആ വലിയ യാത്ര ഞങ്ങൾ ആരംഭിച്ചു. ഇതാണ് എൻ്റെ വീടിരിക്കുന്ന ടൗണ്. നേരത്തെ പുറപ്പെടാനായിട്ടിരുന്നതാണ്, സോജോ ശകലം വൈകി. ഇവിടുന്ന് ഒരു 14 കിലോമീറ്റർ മുമ്പോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തമിഴ്നാട് ബോർഡറാണ് കേട്ടോ. നമ്മൾ 3 പേരുണ്ട്, ഷെബിൻ, സോജോ, ഇനി ഒരാളും കൂടി ഉണ്ട് കേട്ടോ, അജിത്ത് തേനി മധുര സേലം റൂട്ടായതുകൊണ്ട് അവൻ അവിടെ നിന്ന് വന്ന് ജോയിൻ ചെയ്തോളും. എന്താ അവന് കുറച്ചുകൂടി എളുപ്പം. നമ്മളിപ്പോൾ തമിഴ്നാട്ടിലേക്ക് കയറുക കേട്ടോ. കേരളത്തിൽ നിന്ന് ദിണ്ടുക്കൽ 138 കിലോമീറ്റർ, ചെന്നൈ 553 കിലോമീറ്റർ. തമിഴ്നാട്ടിലേക്ക് ഇറങ്ങുന്ന ഭാഗമാണ്. ഇവിടുന്ന് ചുരം ഇറങ്ങി വേണം താഴോട്ട് പോകാനായിട്ട്. നല്ല കോടാണ്. ടൈഗർ റിസർവിൻ്റെ ഭാഗമാണ് അപ്പുറവും ഇപ്പുറവും കാണുന്നത്. ഇതിനകത്തൂടെയാണ് ഈ റോഡുള്ളത്. പിന്നെ ഇതിൻ്റെ അപ്പുറത്ത് മൃഗങ്ങളൊക്കെ ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടി ട്രെഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ചില സമയത്തൊക്കെ ഇതിലെ കൂടി വരുമ്പോഴത്തേക്ക് മ്ലാവ്, കേഴ, പന്നി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചില സമയത്ത് കണ്ട് കിട്ടാറുണ്ട്. ഈ വണ്ടിയുടെയൊക്കെ സൗണ്ടുള്ള കാരണമാണ് ഇത് അധികം ഇങ്ങോട്ടേക്ക് വരാത്തത്. ഞാൻ എൻ്റെ മിക്ക വീഡിയോയിലൊക്കെ ഈ ഒരു ഭാഗം കാണിക്കാറുണ്ട്. അധികം ഇത് കാണിച്ച് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. എന്തായാലും നല്ല രസമുള്ളൊരു യാത്രയായിരിക്കും ഈ ഒരു ഭാഗത്തുകൂടി. ഇനി 2 വളവും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സ്ട്രെയിറ്റ് റോഡാണ്. ദിണ്ടുക്കൽ റൂട്ടിൽ എവിടെയോ ആണ് അജിത്ത് വെയിറ്റ് ചെയ്യുന്നത്. 91 കിലോമീറ്ററും കൂടി പോകണം. പോകുന്ന വഴിക്കെല്ലാം ഇടയ്ക്കിടയ്ക്ക് നല്ല മഴ കിട്ടുന്നുണ്ട്. ഇനി അങ്ങോട്ട് ഈ ഒരു കാലാവസ്ഥ തന്നെ ആയിരിക്കാനാണ് സാധ്യത. ഇങ്ങനെയാണെങ്കിൽ ഉദ്ദേശിക്കുന്ന സമയത്ത് എത്തിച്ചേരാൻ കുറച്ച് പ്രയാസപ്പെടും. ഗൂഗിൾ നോക്കിയപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് 7 ദിവസം മഴയാണെന്നാണ് പറയുന്നത്. അങ്ങനെ തമിഴ്നാട്ടിലെ ആദ്യത്തെ ടോള് വന്നു. ബൈക്കുമായിട്ട് പോകുമ്പോഴത്തേക്കുള്ള ഒരു ലാഭം എന്ന് പറയുന്നത് ഈ ടോള് കൊടുക്കണ്ട. അങ്ങനെ സന്ധ്യയായപ്പോൾ അജിത്തിനെയൊക്കെ കണ്ടുമുട്ടി ഒരു 12 മണിയായപ്പോഴാണ് ഞങ്ങൾ നാമക്കലിലെത്തിയത്. അങ്ങനെ ഹോട്ടലിൽ ഒരു റൂമൊക്കെ എടുത്ത് ഞങ്ങളവിടെ തങ്ങി. ഇതായിരുന്നു ഇന്നലെ ഞങ്ങൾ തങ്ങിയിരുന്ന ഹോട്ടൽ. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ആ കാണുന്ന മലയുടെ മുകളിൽ ഒരു ഫോർട്ട് കാണാൻ പറ്റും. ഇത് നാമക്കൽ സിറ്റിയുടെ ഒത്ത നടുക്കാണ്. 18-ാം നൂറ്റാണ്ടിൽ ടിപ്പു സുൽത്താൻ്റെ ഒരു പ്രധാന സൈനിക കേന്ദ്രമായിരുന്നു. ഇവിടുന്ന് നോക്കിയാൽ നാമക്കൽ സിറ്റി മുഴുവനും കാണാൻ പറ്റും. മേളിലാണെങ്കിൽ വലിയൊരു ജലസംഭരണിയൊക്കെ ഉണ്ട്. പിന്നെ സൈനികർക്കൊക്കെ താമസിക്കാനായിട്ടുള്ള മുറികൾ, രഹസ്യ അറകൾ, അങ്ങനെ പലതും ഉണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് ഇന്ന് തന്നെ ഏർക്കാട് എത്താനുള്ളത് കൊണ്ട് അങ്ങോട്ടേക്ക് പോയില്ല. ഇവിടുന്ന് ഒരു 80 കിലോമീറ്റർ ഉണ്ട് ഏർക്കാടിലേക്ക്. ഞങ്ങൾ വണ്ടിയൊക്കെ എടുത്ത് നേരെ ഏർക്കാട്ടിലേക്ക് യാത്ര ആരംഭിച്ചു. ഇവിടെ നല്ല പൊരിഞ്ഞ ചൂടാണ്. ജാക്കറ്റെല്ലാം കൂടി വലിച്ചു കയറിയിട്ട് ഒരു രക്ഷയില്ലാതെ നിൽക്കുന്നത്. അജിത്ത് മോനെ നോക്കാല്ലേ, എന്താ തപ്പുന്നേ? ചാർജ് തീർന്നോ? ഓക്കെ, അത് അഴിച്ച് ഇങ്ങതാ, ഞാൻ ചാർജ് ചെയ്ത് തരാം. സോജോ ഓക്കെ അല്ലേ? കിളമ്പിരലാമാ?
ഷെബിൻ ഗൂഗിൾ മാപ്പ് ഇട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പുറകെ പിടിക്കാം. എനിക്കൊന്ന് ഞങ്ങൾ മാത്രമേ ഹെൽമെറ്റ് വെച്ചിട്ടുള്ളൂ തോന്നുന്നു. പക്ഷെ ഒറ്റെണ്ണത്തിൻ്റെ തലയിൽ ഹെൽമെറ്റ് ഇല്ല. ഇവിടുന്നാണ് കോഴിമുട്ട അങ്ങോട്ടേക്ക് വരുന്നതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ശരിയാണോ? ആ, അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കൂടുതലും ഈ മുട്ട ഉൽപ്പാദനമൊക്കെ ആയിട്ട് ഈ ഒരു സിറ്റി ശകലം ഫേമസ് ആണ്. സേലം 50 കിലോമീറ്റർ, കരൂർ 49 കിലോമീറ്റർ. ഇവിടെ നമ്മൾ ഹൈവേയിലോട്ട് കയറുമെന്ന് തോന്നുന്നു. നമ്മൾ സേലം എത്തി. നല്ല കിടിലം മഴ. ഞങ്ങൾ പമ്പിൽ കയറി പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തിയതാണ്. നല്ല മഴയായി. അതായത് റെയിൻകോട്ടൊക്കെ വലിച്ച് കയറ്റി ഇട്ടു. പക്ഷേ ഇനിയിപ്പം മഴയത്ത് അങ്ങ് ഡ്രൈവ് ചെയ്ത് പോകാമെന്നുള്ള തീരുമാനത്തിലാണ്. കർണാടക രജിസ്ട്രേഷൻ യമഹ. തൃപ്തിയായോ? 350 എടാ, 100 അല്ല 350 லேட்டஸ்ட் எடுத்தீங்களா? அப்படியா? என்ன ரேட்டுக்கு எடுத்தீங்க? 640. 6,50,000 ഇറങ്ങുമല്ലേ? ഓ, ആ മുതൽ പോകുന്നുണ്ടോ? കാഴ്ചയിൽ ചെറിയൊരു വണ്ടി പോകുന്ന പോലെ തോന്നും. ഓക്കെ, ഏർക്കാട് ഇവിടെ നിന്ന് 23 കിലോമീറ്റർ. യാത്രയുടെ രണ്ടാമത്തെ ദിവസം കേട്ടോ. നാമക്കല്ലിൽ നിന്ന് നമ്മൾ നേരെ ഏർക്കാട്. മഞ്ഞും തണുപ്പും മലനിരകളും ഒക്കെയാണ് ഇവിടുത്തെ ഒരു ഭംഗി. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം ഒരു 1500 മീറ്റർ ഉയരത്തിലുള്ള ഒരു മനോഹരമായിട്ടുള്ള സ്ഥലം. കാഴ്ചയിൽ കേരളത്തിലെ ഹൈ റേഞ്ചും ഒക്കെ ആയിട്ട് നല്ല സാമ്യമുള്ള സ്ഥലമാണ്. ഇവിടുത്തെ പ്രധാനമായിട്ടുള്ള കൃഷി എന്ന് പറയുന്നത് കാപ്പിയും കുരുമുളകും ഓറഞ്ചും ഒക്കെയാണ്. മറ്റു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നല്ല തിരക്ക് കുറവുണ്ട്. കുറച്ചുകൂടി കയറി വന്നപ്പോഴത്തേക്ക് മഴയും പോയി. കൊള്ളാമല്ലേ? ഹെയർ പിൻ ബിൻഡ് ഇനി 17 എണ്ണം. ഇനി ഏകദേശം ഒരു 7 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഏർക്കാട് എത്താൻ വേണ്ടിയിട്ട്. മുകളിലോട്ട് കയറി വരുന്തോറും തണുപ്പ് ചെറുതായിട്ട് കൂടുന്നുണ്ട്. ഈ ഏർക്കാട് ഭാഗത്തേക്ക് ഞാൻ ആദ്യമായിട്ട് വരുന്ന കേട്ടോ. ഏർക്കാട് ബസ് സ്റ്റാൻഡ്, കുപ്പനൂർ. അങ്ങനെ വഴിയിലെ കാഴ്ചകളൊക്കെ കണ്ട് ഏർക്കാട് എത്തിയപ്പോഴേക്കും സമയം ഇരുട്ടി. ഇനി ഇവിടെ എവിടെയെങ്കിലും ഒരു ടെൻ്റൊക്കെ അടിച്ച് കിടക്കാനായിട്ടുള്ള ഒരു തീരുമാനത്തിലാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലം തപ്പിയുള്ള പോക്കാണ് ഞങ്ങളുടെ. അപ്പോൾ ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ നമുക്ക് ടെൻ്റൊക്കെ അടിച്ച് കിടക്കാമെന്നൊക്കെ ഉള്ളൊരു ചെറിയ പ്ലാനുണ്ട്. ടെൻ്റ് അടിക്കാനുള്ള സൗകര്യം അവിടെ ഉണ്ടോ എന്നുള്ളത് നോക്കാൻ വേണ്ടി പോവുക. എന്നാ പറ്റി? അതിന് നിനക്ക് പേടിയാണോ? ഓ, അപ്പോൾ നമുക്കൊരു പണി ആ ഭാഗത്തടിക്കാം. അവസാനം ടെൻറ്റിനുള്ള സ്ഥലം അത്രയ്ക്ക് അങ്ങോട്ട് തൃപ്തിയായില്ല. പോരാത്തതിന് നല്ല തണുപ്പുമുണ്ട്. അവസാനം എല്ലാവരും കൂടി തീരുമാനിച്ചിട്ട് ഒരു റൂം എടുക്കാമെന്നുള്ള പ്ലാനിലായി. ഈ വീക്കെൻഡൊക്കെ ആയതുകൊണ്ട് തരക്കേടില്ലാത്ത ഒരു റേറ്റിൽ നല്ലൊരു റൂം കിട്ടി. ഇനി നാളെ രാവിലെ ഏർക്കാടിൻ്റെ വിശേഷങ്ങളിലേക്ക് ഇറങ്ങണം.